hello dear JEEnius Community. So നമ്മുടെ സെക്കൻഡ് സീസണിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ക്രാഷ് കോഴ്സിൻ്റെ 33ാമത്തെ ഡേ ആണ്. സോ ബേസിക്കലി ഫിസിക്സിലെ വൺ ഓഫ് ദി ഈസി ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്കൊരു സ്കോറിംഗ് ചാപ്റ്ററാണ്. ഇപ്പോൾ കഴിഞ്ഞ JEEയിൽ അതായത് 2023 ചോദിച്ചിട്ടുള്ള JEEയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 9 ക്വസ്റ്റ്യൻസ് വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫോഴ്സിൻ്റെ കാര്യങ്ങൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നിന്നും ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കാവുന്ന വെരി ഈസി ചാപ്റ്ററാണ് ബേസിക്കലി വർക്ക് എനർജി പവർ. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വർക്കിനെ കുറിച്ച് പഠിക്കാനാണ്. പിന്നെ എനർജി എന്ന് പറഞ്ഞാൽ ഒന്ന് കൈനറ്റിക് എനർജി, അല്ല എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. ദെൻ ഏറ്റവും അവസാനമായിട്ട് കൊളീഷൻ്റെ കുറച്ച് കാര്യങ്ങളും പവറും കൂടെ ആയാൽ ഈ ചാപ്റ്റർ പക്ക കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണുന്നുണ്ട്. നാസിഫ്, പിന്നെ അതേപോലെ തന്നെ നോബിൾ, എല്ലാവർക്കും വാം ഗുഡ് ഈവനിങ്. സോ നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി ഈ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ ചെറിയ 2-3 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇതിലെ എല്ലാ JEE പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് വെരി ഈസിയാണ്. അതായത് ഒന്ന് സോർട്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് ബേസിക് ആയിട്ട്, വളരെ ബേസിക് ആയിട്ട് നമുക്ക് 2 ടൈപ്പായിട്ട് അതിനെ മാറ്റാനായിട്ട് പറ്റും. ഒന്നത് കൈനറ്റിക് എനർജിയാണ്, അടുത്തത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പിന്നീട് നമ്മൾ കുറേ അധികം ടൈപ്പ് ഓഫ് എനർജീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, ലൈക്ക് ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, ഇതേപോലെയുള്ള എനർജികളൊക്കെ. അപ്പോൾ ഇതൊക്കെ കുറേ എണ്ണം കൈനറ്റിക് എനർജിയുടെ അണ്ടറിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്, ചിലതൊക്കെ പൊട്ടൻഷ്യൽ എനർജിയുടെ അണ്ടറിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്ന 2 എണ്ണം എന്ന് പറയുന്നത് മോഷൻ്റെ എനർജിയും ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയും ആയിരിക്കും വളരെ ബേസിക് ആയിട്ട് പെട്ടെന്ന് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മുന്നിലേക്ക് വരുന്നത്. പക്ഷേ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. അതായത് പാർട്ടിക്കിളിന് വെലോസിറ്റി ഉണ്ട്, അതിൻ്റെ ബേസിസിൽ ഉണ്ടാകുന്ന എനർജിയാണ് എന്ത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന് ½ mv² ഉണ്ട്. പിന്നെ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്ന ഫോട്ടോണുകൾ, അതായത് അതിൻ്റെ എനർജീസ് ആണ് ബേസിക്കലി. പിന്നെ അതേപോലെ തന്നെ സൗണ്ട് എനർജി, അത് വേവ് ഓസിലേഷൻ ആണ്, അതായത് വന്നുകൊണ്ടിരിക്കുന്ന വേവ് പാർട്ടിക്കിൾസ് ആണ്. പിന്നെ അതേപോലെ തന്നെ റേഡിയേഷൻ എനർജി, തെർമൽ എനർജി, മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ടൈപ്പ് മോഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ കൈനറ്റിക് എനർജിയിലും, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ഇലാസ്റ്റിക് എനർജിയാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സ്പ്രിങ്ങിലൊക്കെ ചെയ്ത് വെക്കുന്ന എനർജിയൊക്കെ പോലെ. വിച്ച് മീൻസ് ദ എനർജി ഡ്യൂ ടു ദ പൊസിഷൻ, ആ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ടൈപ്പ് എനർജീസ് ആണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എല്ലാത്തിനെയും ഇങ്ങനെ ഓവറോൾ ആയിട്ട് നിങ്ങൾക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങളെ ഏതൊരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും അവിടെ മിക്കതിലും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറേയധികം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ബേസിസിൽ കുറേ എണ്ണം നമുക്ക് ആൻസർ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലേക്ക് വരേണ്ടത് എനർജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ സോർട്ട് ഓഫ് എനർജീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും അതിൽ കൈനറ്റിക് എനർജി, മോഷൻ എനർജിയും പിന്നെ അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി, മേ ബി സ്പ്രിങ് ആകാം, അതാണ് കൂടുതലായിട്ട് ചോദ്യം കണ്ടിട്ടുള്ളത്. അതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് എന്താണ് അതിൻ്റെ ബേസിക് ഡെഫിനിഷനിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു മാസ് m ഉണ്ട്, ഒരു മൂവിങ് കാർ ഉണ്ട്, ദിസ് ഇസ് മൂവിങ് വിത്ത് സം വെലോസിറ്റി v, അല്ലെങ്കിൽ ഒരു ആൾ നടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഒരു ബോൾ കിക്ക് ചെയ്യുന്നുണ്ട്, ഏതാണ് എന്നുണ്ടെങ്കിലും ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ദ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച എക്സ്പ്രഷൻ ആണ് ½ mv², അല്ലേ, ½ × mv². അപ്പോൾ മാസ് ടൈംസ് സ്ക്വയർ ഓഫ് ദി വെലോസിറ്റി ആണ് ½ mv², ½ × m × v². വെരി സിമ്പിൾ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ ഫണ്ടമെൻ്റൽ ആയിട്ട് എല്ലാത്തിലും ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. കാരണം ഈ ചോദ്യത്തിൽ ഇതിൽ തന്നെ നമ്മൾ 2023 ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബേസിക് ഇക്വേഷൻ ഇത് തന്നെയാണ്. ഇതിൻ്റെ ബേസിസിൽ ഇങ്ങോട്ട് എത്താനായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അപ്പോൾ മേ ബി നമുക്ക് എന്ത് കാണേണ്ടി വരും? ഇവിടെ വെലോസിറ്റി കാണുക എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടത്. എനിവേ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് എനർജിയിലേക്ക് പോകുന്നതിന് മുന്നേ വർക്ക് ഡൺ എന്താണെന്ന് നോക്കാം. കാരണം ബേസിക്കലി നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ബേസിക് ആയിട്ട് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്.
അതായത് ഏതൊരു ഒബ്ജക്റ്റിനെയും അതിൻ്റെ പൊസിഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് ടു ഡു സം വർക്ക്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വർക്ക് അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് അത് വർക്ക് എന്ത് ചെയ്യുന്നുണ്ടാകും, റിലീസ് ചെയ്യുന്നുണ്ടാകും. വിച്ച് മീൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വർക്ക് ഡൺ, ചുമ്മാ അത്ര ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ബേസിക് ആയിട്ട് എന്താ വർക്ക് ഡൺ? വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഫോഴ്സ് ടൈംസ് ദ ഡിസ്പ്ലേസ്മെന്റ്. അതായത് നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിട്ടുണ്ട്, വർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് എന്തായിരിക്കും എൻ്റെ വർക്ക് ഡണ്ടെ ബേസിക് ഇക്വേഷൻ? ബേസിക് ഇക്വേഷൻ എഫ് എസ് കോസ് തീറ്റ എന്നുള്ളതല്ല, പകരം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വർക്ക് ഡൺ W ഈക്വൽ ടു എഫ് ഡോട്ട് എസ് എന്നാണ്. ദിസ് ഈസ് എ ഡോട്ട് പ്രൊഡക്റ്റ് വേർ എസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ഇൻറ്റു ഫോഴ്സ് ചെയ്താൽ എനിക്ക് എന്തായി, വർക്ക് ഡൺ ആയി. ഇവിടെ പറയുന്നത് ദിസ് ഈസ് ദ വർക്ക് ഡൺ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്, വേരിയബിൾ ഫോഴ്സ് അല്ല. ഇതെന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ടൈമിനനുസരിച്ച് ഈ ഫോഴ്സ് മാറുന്നില്ല. മേ ബി 10 ന്യൂട്ടൺ, ഓക്കെ, നോ പ്രോബ്ലം, അപ് ടു സെർട്ടൈൻ ടൈം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്രോസസ്സ് കഴിയുന്നത് വരെ അത് 10 ന്യൂട്ടൺ ആണ്. ഇനി അല്ല, ആദ്യത്തെ സമയത്ത് ഓരോ സെക്കൻഡിലും ഓരോ ന്യൂട്ടൺ കൂടുന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് അല്ല, അത് വേരിയബിളാ. സോ അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസും നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എഫ് ഡോട്ട് ഡി എസ് എന്നുള്ള ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. എന്ന് വെച്ചാൽ എഫ് എസ് കോസ് തീറ്റ. ഇതെന്ത് ചെയ്താ, ഡോട്ട് പ്രൊഡക്റ്റിന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ, ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി, എ ക്രോസ് ബി ഒക്കെ നമ്മൾ പഠിച്ചതാ. അപ്പോൾ എ ഡോട്ട് ബി എ ബി കോസ് തീറ്റയാണ്. സോ എഫ് എസ് കോസ് തീറ്റ. നൗ വാട്ട് ഈസ് ദ തീറ്റ? അപ്പോൾ തീറ്റ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് എഫ് ആൻഡ് എസ്. ഇവിടെ നോക്കിക്കേ, ഇതാണ് എൻ്റെ അപ്ലൈഡ് ഫോഴ്സ്. കാരണം ഞാൻ ഈ കുട്ടീനെ ഇവിടെ വെച്ചിട്ട് കയറിട്ട് ഇങ്ങോട്ടാണ് വലിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ്. അപ്പോൾ ഇതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ഇതാണ് എൻ്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ. സോ ഇവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഏതാ, ഇതാണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എന്ത് തരും എന്ന് വെച്ചാൽ ഈ തീറ്റ തരും, എന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, വർക്ക് ഡൺ കാണാനായിട്ട് പറയും. അപ്പോൾ മിക്ക ആളുകളും ചിലപ്പോൾ തെറ്റിദ്ധരിക്കരുത്, തീറ്റ അവിടെ തന്നിട്ടുണ്ടല്ലോ, അതല്ല തീറ്റ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഫർദർ കൂടുതൽ പ്രോബ്ലം ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എഫ് എസ് കോസ് തീറ്റ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നൗ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ആം പുട്ടിങ് ലൈക്ക് ദിസ്? ഒരു ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? തീറ്റ ഈസ് ഗെറ്റിംഗ് ഇൻ ടു 90 ഡിഗ്രി. എഫ് എസ് കോസ് 90 0 ആണ്. ശരിയാണ്, കാരണം ഇങ്ങനെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരിക്കലും ഈ ഒരു ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകൂല. ഞാൻ ഒരു ഫോൺ എടുത്തതാ, ഇങ്ങനെ കൊടുത്താലേ ഇത് മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ എനിക്കൊരു കമ്പോണന്റ് വേണം. അങ്ങനെ ആയാലും എനിക്ക് കിട്ടും. അതാണ് അടുത്തതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ബിക്കോസ് ദ എഫ് കോസ് തീറ്റ ഈക്വൽ ടു എഫ് കോസ് തീറ്റ. ഇതെന്താ ആക്ച്വലി എഫ് കോസ് തീറ്റ എന്ന് പറയുന്നത്? ആക്ച്വലി ദിസ് ഈസ് ദ എഫ് എക്സ് ഓർ ദ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലാണോ സംഭവിച്ചിട്ടുള്ളത് ആ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ് എന്ത്, ഈ എഫ് കോസ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പോണന്റ് ഓഫ് ദി ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വർക്ക് ഡൺ കിട്ടും എന്നർത്ഥം. വളരെ സിമ്പിൾ ആയിട്ട് ഈ 2-3 എക്സ്പ്രഷൻസ് ആണ് ഓർത്തിരിക്കേണ്ടത്. കാരണം ഇത് ഇങ്ങനെ ഒന്ന് കീറി മുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും JEE മെയിൻസിനും അഡ്വാൻസിനും നിങ്ങൾക്ക് ചോദിക്കുന്നത്. മറ്റതൊക്കെ യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങളെ സാധാരണ സ്കൂൾ ബോർഡ് ലെവൽ എക്സാംസിനായിരിക്കും ചോദിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ റിയലി സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ബേസിക്കലി യു ഹാവ് ടു ഫൈൻഡ് എഫ് എസ് കോസ് തീറ്റ. ഇനി ഈ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഒരു വില്ലനായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് എസ് കാണാനായിരിക്കും. എസ് കാണാൻ ഏതൊക്കെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഒന്നെങ്കിൽ നിങ്ങളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ഇൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ഉണ്ട്, പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് ഈ 2 ഇക്വേഷൻസ് ആയിരിക്കും വരാൻ ചാൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ നിന്നും എസ് കണ്ടിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പ്രോബ്ലംസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് വർക്ക് ഡൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി സാധാരണ സിമ്പിളായിട്ട് നിങ്ങൾ കേട്ട പ്രോബ്ലമാണ്, നിങ്ങൾ ചെയ്ത പ്രോബ്ലമാണ്. അതായത് ഞാനൊരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ട് ബേസിക്കലി ഞാൻ ആ ഒബ്ജക്റ്റ് എടുത്ത് മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ആ ഒബ്ജക്റ്റിൽ കൊടുത്ത വർക്ക് ഡൺ എത്രയെന്ന് ചോദിച്ചാൽ അത് 0 ആണ്.
വേറെ ഒന്നും കണ്ടല്ല, അതിൻ്റെ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഈ ഡയറക്ഷനിലാണ്. എൻ്റെ ഒബ്ജക്റ്റ് അതായത് ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് അത് മൂവ് ചെയ്തത് ഏത് ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷനിലാണ്. വിച്ച് മീൻസ് ദ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ആണെങ്കിൽ എന്താ കിട്ടുക? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് 90. എഫ് എസ് കോസ് 90 എന്താ? 0 ആണ്. സോ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. നിങ്ങൾ എത്ര വീർത്തിട്ടും കാര്യമില്ല, അവിടെ വർക്ക് ഡൺ ഇല്ല അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഫിസിക്സ്. ഇനി നോക്കാം, അടുത്തതായിട്ട് ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്തു എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരിക. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ബേസിക്കലി എപ്പം വർക്ക് ഡൺ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആര് ചെയ്ത വർക്കാണ്? ഇവിടെ ഞാൻ ചെയ്ത വർക്ക് എന്താ? അത് 0 കിട്ടി. ഇനി വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സിലേക്ക് നോക്കാം. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഈ ഒരു സാധനം ലിഫ്റ്റ് ചെയ്തു, ലിഫ്റ്റ് അപ്പ് ചെയ്തു എന്ന് വെച്ചാൽ മുകളിലോട്ട് പോയി. എൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? ഇങ്ങോട്ടാണുള്ളത്. ഇത് ഇങ്ങോട്ട് പോയി. സോ എഫ് എസ് കോസ് തീറ്റ എഫ് എസ് കോസ് 180 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എഫ് എസ് എന്ന് കിട്ടും. അതായത് ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്തിട്ടുള്ള വർക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അല്ലേ അത് മുകളിലോട്ട് പോയത്. അല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഏത് ഡയറക്ഷനിലാണോ അപ്ലൈഡ് ഫോഴ്സ് ആ ഡയറക്ഷനിൽ ചലിക്കും അല്ലേ? ഞാനൊരു ഒബ്ജക്റ്റ് എടുത്ത് ഇങ്ങനെ മുന്നോട്ട് തട്ടുമ്പോൾ ഇത് മുന്നോട്ട് ചലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന സാധനത്തിൽ വർക്ക് ഡൺ പോസിറ്റീവാ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ അതിന് കിട്ടുന്നത് പോസിറ്റീവാ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം അത് കൺഫ്യൂസിങ് ആയിട്ടും അത് പല ട്വിസ്റ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ആര് ചെയ്ത വർക്കാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യന് മനസ്സിലാക്കണം. അടുത്തതായിട്ട് വെരി പ്രധാനപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വർക്ക് എനർജി തിയറമാണ്. അപ്പോൾ വർക്ക് എനർജി തിയറത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനീഷ്യലി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു കാർ, അത് റെസ്റ്റിലാണ്. വിച്ച് മീൻസ് ദ വെലോസിറ്റി ഹിയർ ഇസ് ഈക്വൽ ടു 0. നിങ്ങളെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് വെച്ചോ. ദിസ് ഈസ് ഈക്വൽ ടു 0. Now it is moving with some velocity v. ഇപ്പം അത് v എന്ന് പറയുന്ന നല്ലൊരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അത് ചുമ്മാ മൂവ് ചെയ്യോ? ഒരിക്കലും ഇല്ല. കാരണം അതിന് കുറച്ച് എനർജി കിട്ടണം. കുറച്ച് എനർജി ബേൺ ചെയ്താൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങനെ കുതിച്ചു പോകുള്ളൂ. സോ വിച്ച് മീൻസ് ദിസ് ഈസ് ടേക്കിംഗ് ഫ്രം 0 to v. 0-ൽ നിന്നും v എന്ന് പറയുന്ന വെലോസിറ്റിയിലേക്ക് ആര് എത്തിച്ചു? എത്ര വർക്ക് ഡൺ അവിടെ ചെയ്തു? സോ ദാറ്റ്സ് ഈക്വൽ ടു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ ഇ. ഇതാണ് ബേസിക്കലി വർക്ക് എനർജി തിയറം. അതായത് നിങ്ങൾ ഏതൊരു ഒബ്ജക്റ്റിലെ ഫോഴ്സോ മറ്റതോ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വെലോസിറ്റി മാറ്റുന്നോ, വിച്ച് മീൻസ് അതിൻ്റെ കൈനറ്റിക് എനർജി മാറ്റുന്നുണ്ടോ, അവിടെ വർക്ക് ഡൺ കൊടുത്തിട്ടുണ്ടാകും. എത്രയായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുള്ള വർക്ക് ഡൺ? അവിടെ വേറെ ടൈപ്പ് ലോസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ്, അതായത് വേറെ ടൈപ്പ് ലോസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ the work done will be equal to changing kinetic energy. അതായത് ഫോർ എക്സാമ്പിൾ ഇനീഷ്യലി ഇത് 5 മീറ്റർ പെർ സെക്കൻഡിൽ പോവുമായിരുന്നു. ഇതിനെ ഞാൻ പിടിച്ചിട്ട് 10 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി മാറ്റി. സോ കൈനറ്റിക് എനർജി ഡെൽറ്റ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് കണ്ടൂടെ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ വർക്ക് ഡൺ ഇക്വലന്റ് ടു ടേക്കിംഗ് ഇറ്റ് ഫ്രം ദ 5 മീറ്റർ പെർ സെക്കൻഡ് ടു ദ 10 മീറ്റർ പെർ സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെൽറ്റ കൈനറ്റിക് എനർജി. വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറമാണ്, പക്ഷേ വെരി വെരി യൂസ്ഫുൾ ആയിട്ടുള്ള തിയറമാണ്. കുറേ അധികം ജെഇയുടെ അഡ്വാൻസ് ലെവൽ ഓഫ് പ്രോബ്ലംസ് അടക്കി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറമാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ഓസിലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, അല്ല കൊളീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇതിൻ്റെ മുന്നത്തെ ഇയറുകളിലൊക്കെ ഉണ്ട്. കൊളീഷൻ പക്ക എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. സോ ഇനി അടുത്തതായിട്ട് വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരാണ് വർക്ക് ഡൺ, ആര് ചെയ്യുന്ന വർക്കാണ് എന്നുള്ളത് അവിടെ വളരെ പ്രധാനമാണ്. സോ വിച്ച് മീൻസ് ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ W വിൽ ബി ഈക്വൽ ടു F.S ആയിരിക്കും അല്ലേ? F എന്താ ഇവിടെ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിരിക്കും. എന്താ അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്? F ഇസ് ഈക്വൽ ടു mg ആണ്. ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, ഇതൊരു ഹൈറ്റിൽ നിന്നും താഴോട്ട് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബോൾ താഴെ വന്ന് പഠിക്കുകയാണ് h, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എസ് എത്രയാണ്? എസ് എന്ന് പറയുന്നത് h ആണ്. സോ വിച്ച് മീൻസ് ദ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു mgh. ഈ mgh ആണ് ആക്ച്വലി നമ്മൾ എന്തായിട്ട് പറയുന്നത്? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അർത്ഥം. ക്ലിയർ അല്ലേടാ? അതായത് ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി, mgh വർക്ക് ഡൺ ആണ്. ഈസി. സോ അത് വളരെ സിമ്പിളാണ്. വർക്ക് ഡൺ എന്താ എന്നുള്ള ഡെഫിനിഷൻ ബേസിക് ആയിട്ടുള്ളത് മനസ്സിലാക്കി വെക്കുക.
അടുത്തതായിട്ട് ഇതുവരെ പറഞ്ഞതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ദിസ് ഓൾ ആർ കോൺസ്റ്റന്റ് ഫോഴ്സസ്. കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷനോ ടൈമോ അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, അത് മാറുന്നേ ഇല്ല. അതായത് അതിൻ്റെ ടൈം അനുസരിച്ച് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓരോ സമയത്തും ഓരോ ഫോഴ്സാണ്, കണ്ടോ, ഇതേപോലെ വേരിയബിൾ ഫോഴ്സാണ്. എന്ന് വെച്ചാൽ മേ ബി ഇവിടെ 5 ന്യൂട്ടൺ ആയിരിക്കും, ഇവിടെ 10 ന്യൂട്ടൺ ആയിരിക്കും, ഇവിടെ 8 ന്യൂട്ടൺ ആയിരിക്കും, ആ രൂപത്തിലുള്ളത്. അങ്ങനെ ആകുന്ന സമയത്ത് എങ്ങനെയാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കുക? അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്നത് എന്താ, വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഞാൻ ആ ഗ്രാഫ് വരച്ചു, FS ഗ്രാഫ് വരച്ചു. എന്ന് വെച്ച് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫോഴ്സ് എന്താ, ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തു ഞാൻ. ഇതാണ് എൻ്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് അല്ലേ, എത്രയായിരിക്കും? ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്, അതായത് ഈ ഒരു ഫോഴ്സ് ആണ്. സോ വിച്ച് മീൻസ് ഇവിടുന്ന് ഞാൻ ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ദ ഏരിയ ഓഫ് ദി സ്മോൾ റെക്റ്റാങ്കിൾ. ഇതിൻ്റെ ഏരിയ അല്ലേ ഉണ്ടാകുക. അങ്ങനെ ഞാൻ ഓരോന്നോരോ ചെറിയ ചെറിയ റെക്റ്റാങ്കിളുകൾ കൺസിഡർ ചെയ്ത് അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടൽ ഏരിയ കിട്ടും, അതായത് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എനിക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും? ഇത് പിന്നീട് നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്നുണ്ടാകും. ഈ ഒരു സാധനത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റൈമാൻ ഇൻ്റഗ്രൽ പോലെ ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. വളരെ സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ എഫ് ഡി എക്സ് എന്ന് എഴുതാണ്. എഫ് ഡി എക്സ് ഫ്രം x1 to x2 എവിടെ മുതൽ എവിടെ വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അവിടെ. അതായത് മേ ബി നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ ഇവിടെ എത്താൻ, അതായത് മേ ബി എൻ്റെ പൊസിഷനെ 5 നിന്നും 10 എത്താനുള്ള വർക്ക് ഡൺ എത്രയാന്നുള്ളതായിരിക്കും നിങ്ങളോട് ചോദ്യം. അപ്പോൾ അങ്ങനെയാണ് യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം x1 to x2, 5 to 10 അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഫോർ ദ വേരിയബിൾ ഫോഴ്സസ് വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി എക്സ്. അവിടെ ഡി എക്സ് തന്നെ ആയിട്ട് ഓർത്തിരിക്കുക, കാരണം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം ഡി എക്സ് എപ്പോഴും നമ്മുടെ കയ്യിലേക്ക് വരില്ല, പകരം അതിന് ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നടത്തേണ്ടി വരും. ചിലപ്പോൾ ഇൻ ടേംസ് ഓഫ് ടൈമോ മറ്റതോ ആണെങ്കിൽ അതിനെ മാറ്റേണ്ടി വരും. അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, ദിസ് ഈസ് എഫ് ഡോട്ട് ഡി എക്സ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക്. അതായത് എഫ് എസ് ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എഫ് എക്സ് ഓർ എഫ് എസ്, അതായത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെ വർക്ക് ഡൺ കാണാം? സിമ്പിൾ, ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ക്ലിയർ അല്ലേ? നൗ വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സിലാണെന്നുണ്ടെങ്കിലും വർക്ക് ഡൺ സെയിം ആണ്, ബിക്കോസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 2 ഫോർമുല ആയി. ഇപ്പം ഒന്നെങ്കിൽ എഫ് ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ്, പിന്നെ അതേപോലെ തന്നെ വേരിയബിൾ ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ്. റൈറ്റ്. നൗ ഇവിടെ ഇതിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? സ്പ്രിംഗ് ഫോഴ്സ് ഏതാണിത്? കോൺസ്റ്റന്റ് ഫോഴ്സ് ആണോ വേരിയബിൾ ഫോഴ്സ് ആണോ? അതിന് നിങ്ങൾ അതിൻ്റെ എക്സ്പ്രഷൻ നോക്കിയാൽ മതിയടാ. കാരണം സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ് എന്ന് വെച്ചാൽ കെ ഇൻറ്റു എക്സ് ആണ്, വിച്ച് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ. മേ ബി എക്സ് ഇസ് ഈക്വൽ ടു 0 സ്പ്രിംഗ് ഫോഴ്സ് ഇല്ല, എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ മൈനസ് കെ ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 2k ആണ്. ദിസ് മീൻസ് എ വാരിയബിൾ ഫോഴ്സ്. ഇതൊരു വാരിയബിൾ ഫോഴ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? സോ ദിസ് വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ കെ എക്സ് ഡി എക്സ് എന്ന് വരൂലേ. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയാണ്, ബാക്കി ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ബേസിക്കലി ദിസ് ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിംഗ്. കാരണം എന്താ, എത്രയാണോ ഞാൻ വർക്ക് ഡൺ കൊടുക്കുന്നത് അത്രയും എനർജി അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം എനർജി കൺസർവേഷൻ, ഇനീഷ്യലി ഞാൻ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കി എൻഡിൽ നിൽക്കുന്ന സമയത്ത് അതിന് കൈനറ്റിക് എനർജി ഒന്നുമില്ല. സോ എൻറ്റയർ ആയിട്ട് കൊടുത്തിട്ടുള്ള എനർജി എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാകുക? പൊട്ടൻഷ്യൽ എനർജി ആയിട്ടായിരിക്കും, ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാകുക. ആ കാര്യം അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിലെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു സിമ്പിൾ കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, പവർ. ബേസിക്കലി എന്താണ് പവർ? അത് നല്ല പവറാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പവർ എന്ന് വെച്ചാൽ എന്താ? ബേസിക്കലി ഫിസിക്സിലെ പവർ എന്ന് വെച്ചാൽ പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ആണ് അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ. പി ഇസ് ഈക്വൽ ടു ഡി ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡി ടി, വേർ ഡബ്ല്യു ഇസ് ദ വർക്ക് ഡൺ. ക്ലിയർ അല്ലേ? ഇനി കുറച്ചുകൂടെ ചെറിയ ടൈം ഇൻ്റർവെൽ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഈസ് വർക്ക് ഡൺ?
വർക്ക് ഡൺ എന്താടാ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് എസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എസ്. ഡി ബൈ ഡി ടി ഓഫ് എസ് എന്താ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ്സ് ഈക്വൽ ടു വെലോസിറ്റി. സോ എഫ് ഡോട്ട് വി എന്ന് കിട്ടും എനിക്ക് പവറിൻ്റെ അടുത്ത ഇക്വേഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? സോ പവർ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി ഒരു ഇക്വേഷൻ ആണ്. അതേപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റ് 2-3 ഇക്വേഷൻസ് ആണ് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്നുള്ളത്, അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? സോ വെരി ഈസി ആൻഡ് വെരി ഫണ്ടമെൻ്റൽ ഫോർമുലാസ്. ഇനി നമ്മൾ അതിലെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് JEE ലാസ്റ്റ് സീസണിൽ, അതായത് JEE 23-ൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എനിവേ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്തോ, ഈസിയാണ്. എ സ്പെരിക്കൽ ബോഡി ഓഫ് മാസ് 2 kg സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് acquires a kinetic energy of 10,000 joule at the end of the 5th second. The force acting on the body is. അപ്പോൾ ഫോഴ്സ് ആണ് ചോദ്യം. വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സലറേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ആലോചിച്ചാൽ ഇതിൽ നിന്ന് കിട്ടൂല. അപ്പോൾ പകരം നിങ്ങൾ 1 by 1 ആയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരിക. ഇവിടെ നോക്കിക്കേ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഹാവിങ് സം മാസസ്. ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എടുത്ത് ചെയ്താൽ മാസ് ഇസ് ഈക്വൽ ടു 2 kg ആണ്. പിന്നെ അടുത്തതായിട്ട് അക്വയറിങ് എ കൈനറ്റിക് എനർജി. ഇത് ഡെൽറ്റ കെ ഇ ആണ് ആക്ച്വലി. കാരണം എന്താ, ദിസ് ഈസ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയറിങ് എ കൈനറ്റിക് എനർജി. അപ്പം ഡെൽറ്റ കെ ഇ ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയത്? 10,000 ജൂൾ ആണ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി 5th സെക്കൻഡ്, 5ാമത്തെ സെക്കൻഡിൽ, അതായത് ഇനീഷ്യലി 0-ൽ നിന്നും ഇതിങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് പോയി ആ വെലോസിറ്റിയിലെത്തി, ഏതോ ഒരു വെലോസിറ്റിയിലെത്തി. ആ വെലോസിറ്റിയിലെത്തിയപ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് എത്രയെന്ന് പറഞ്ഞിട്ടുള്ളത്? 10,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എനർജി ഒന്ന് കണ്ടു നോക്കിക്കൂടെ? ബിക്കോസ് ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം എത്രയാടാ? 2 ആണ്, ഇൻറ്റു വി സ്ക്വയർ അറിയില്ല. ദിസ് ഈസ് ഈക്വൽ ടു 10,000 ജൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ക്യാൻസൽ ചെയ്താൽ യുവർ വി ഇസ് ഈക്വൽ ടു 100. വി ഇസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയല്ലോ. അപ്പോൾ വെലോസിറ്റി എത്ര എത്തുമ്പോഴാണ് എന്താകുന്നത്? ഇതിൻ്റെ 10,000 ജൂൾ ആക്കുന്നത് 100 എത്തുമ്പോഴാണ്. സാർ പറയുന്ന ഈ വെച്ചിട്ട് ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റില്ല. ഷുവർ, നമുക്ക് ചെയ്തു നോക്കാം. കാരണം ബേസിക്കലി ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. പകരം നിങ്ങൾ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ഞാൻ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. ഇപ്പോൾ വെലോസിറ്റി കിട്ടി, പക്ഷെ നമുക്ക് ഫോഴ്സാണ് കാണേണ്ടത്. എങ്ങനെ കാണാൻ പറ്റും? ബേസിക്കലി നമുക്ക് ഫോഴ്സ് കാണണം. അപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയില്ല ഫോഴ്സ്, പക്ഷെ ഒറ്റ കാര്യം അറിയാം. ഇവിടെ വർക്ക് എനർജി തിയറം പ്രകാരം ഡെൽറ്റ കെ ഇ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ്. എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് 10,000 വിൽ ബി ഈക്വൽ ടു വാട്ട്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് എനിക്ക് കിട്ടൂലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാൻ പറ്റും? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു യു, ഇനീഷ്യൽ വെലോസിറ്റി അത് 0 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ. ആക്സിലറേഷൻ എനിക്കറിയത്തില്ല. അപ്പോൾ ആക്സിലറേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കേ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ്. അങ്ങനെ ഡെൽറ്റ വി എത്ര? 0-ൽ നിന്നും 100 ആണ് ആയത്. സോ അങ്ങനെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ ടൈം. ടൈം എത്ര സമയത്തിൽ? 5 സെക്കൻഡിലായിട്ടുള്ളത്. സോ 5 സെക്കൻഡ് ആണെങ്കിൽ ആക്സിലറേഷൻ 20 കിട്ടും. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു ടി സ്ക്വയർ 25 കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 250 എന്ന് കിട്ടി. Now the things are very easy because the force will be equal to 10,000 divided by s എന്ന് കിട്ടും. So that's equal to 10,000 divided by 250 എന്ന് കിട്ടും. So 1000 divided by 254 ആണ്, 40 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? So the correct answer is equal to 40. ക്ലിയർ അല്ലേ? വെരി ഈസി അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സംഭവം തന്നെ കിട്ടും. യെസ്, 40 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. റിയലി ഗുഡ്. അപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്ന പ്രോബ്ലം ആണ്. വിച്ച് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. എനിവേദ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കിക്കേ, എ ബോഡി ഓഫ് മാസ് 1 kg ബീയിങ് ടു മൂവ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ദി ടൈം ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ടൈം ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ടൈമിനനുസരിച്ച് ഫോഴ്സ് മാറുന്നുണ്ട്, അതായത് കോൺസ്റ്റന്റ് ഫോഴ്സ് എ അല്ല. That's equal to T I cap 3T square J cap, where I cap and J cap are unit vectors along x axis and y axis. Power developed by the above force at the time T equal to 0, T equal to 2 seconds. Very easy. കാരണം പവർ എന്താ, പവർ രണ്ട് ഇക്വേഷനാണ്, ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി. അതോടെ യൂസ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ എഫ് ഡോട്ട് വി എനിക്ക് യൂസ് ചെയ്യാം. വെരി ഈസി ആയിട്ട് എഫ് ഡോട്ട് വി യൂസ് ചെയ്യാം. എഫ് അറിയാം, വി അറിയില്ല, നോ പ്രോബ്ലം. വി ഇസ് ഈക്വൽ ടു എഫ് അറിയാമെന്നുണ്ടെങ്കിൽ ഫോഴ്സിൽ നിന്ന് എനിക്ക് ആക്സിലറേഷൻ കാണാലോ. ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു, കാരണം ഇൻ്റഗ്രൽ എൻ്റെ ആക്സിലറേഷൻ നോക്കുക നിങ്ങൾ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ, ഡി വി ഡിവൈഡ് ബൈ ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡി വി ഈക്വൽ ടു എന്ത് കിട്ടും, എ ഡി ടി എന്ന് കിട്ടും. വിച്ച് മീൻസ് മൈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി എന്ന് കിട്ടും. ഇൻ്റഗ്രൽ എ ഡി ടി. ക്ലിയർ അല്ലേ? ഇനി ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫോഴ്സ് എനിക്കിപ്പോൾ ഓൾറെഡി അറിയാം. ഇനി അടുത്തതായിട്ട് എനിക്ക് കാണേണ്ടത് എൻ്റെ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ മാസ് എത്രയാണ്, മാസ് ഇവിടെ 1 kg ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ദിസ് ഈസ് 1 kg. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു വാട്ട്, ആൻഡ് ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു ടി ഐ ക്യാപ്പ് പ്ലസ് 3T square J cap, 3T square J cap. This is the acceleration. Now what will be the velocity? Velocity is equal to integral a dt. Now this is equal to integral T I cap plus 3T square J cap into dt equal to integral. Integrate ചെയ്താൽ എന്ത് വരും, T square divided by 2 plus 3 into T cube divided by 3 ഉണ്ടാകും. സോ ഞാൻ T cube മാത്രം ഇതാണ്. ദിസ് ഈസ് ഇൻ I cap and this is in J cap. This is the velocity vector. Now the things are very easy because the power is equal to F dot V ആണ്. What is my F? F എനിക്ക് ഓൾറെഡി അറിയാം, T I cap plus 3T square J cap dot with T square by 2 I cap plus T cube J cap എന്നാ അല്ലേടാ, T cube J cap എന്നാ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഡോട്ട് ചെയ്താൽ എന്താ കിട്ടുക, ദിസ് വിൽ ബി ഈക്വൽ ടു T cube divided by 2 plus 3T raised to 5 എന്ന് കിട്ടും. Now we have to find this is at the time T equal to 2 second. T equal to 2 സെക്കൻഡിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വരിക, T ഈക്വൽ ടു 2 സെക്കൻഡിലാണ് എന്നുണ്ടെങ്കിൽ 2 ക്യൂബ് ദാറ്റ്സ് ഈക്വൽ ടു 8 ആണ്, 8/2 ദാറ്റ്സ് ഈക്വൽ ടു 4 ആണ്, പ്ലസ് 3 ഇൻറ്റു T റൈസ് ടു 4, T റൈസ് ടു 5, T റൈസ് ടു 4 എത്രയാണ്, T റൈസ് ടു 4 16 ആണ്, 16 ഇൻറ്റു 2 എന്ന് വെച്ചാൽ എത്ര ഉണ്ടാകും, 32 ഉണ്ടാകും. സോ 32 ഉണ്ടാകും ഇവിടെ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4 പ്ലസ് 96, സോ ദാറ്റ്സ് ഈക്വൽ ടു 100 ജൂൾ. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണടാ, 100 ജൂളാണ്. വളരെ സിമ്പിൾ. ദ പവർ ജൂളാണ്, ജൂളല്ല വാട്ടാണ്, കാരണം പവറാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? 100 ഈസി ഈസി, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ചോദിച്ചത് ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണോ, വെയിറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിന് കൂടുതൽ വെയിറ്റേജ് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതായത് പ്രത്യേകിച്ചൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ട് ചെയ്യാൻ പറ്റണം ആൻഡ് ചെയ്യാൻ പറ്റും. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ JEE 2023 ചോദിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. An object of mass m initially at rest on smooth horizontal plane start moving under the action of the force F is equal to 2 Newton. In the process of its linear motion, angle theta between the direction of force and the horizontal varies as theta equal to kx. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഫിഗറിലും ക്വസ്റ്റ്യനിലും ഒക്കെ എന്തായിരുന്നു, ഇവിടെ തീറ്റ കോൺസ്റ്റന്റ് ആയിരുന്നു, അതായത് ഈ ഒരു തീറ്റ തന്നെയാണ് ത്രൂ ഔട്ട് ഉള്ളത്. പക്ഷേ ഇവിടെ പൊസിഷൻ അനുസരിച്ച് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തീറ്റ മാറുന്നുണ്ട്. തീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്, എന്ന് വെച്ചാൽ കൂടി വരുന്നുണ്ട്. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇത് ഇങ്ങനെയാകും, പിന്നെ ഇങ്ങനെയാകും. അപ്പോൾ ഏത് ഫംഗ്ഷനാണെന്നുള്ളത് നോക്കാം. എനിവേ നമുക്ക് അതിലേക്ക് വരാം. ഇനി അടുത്തതായിട്ട്
ബാക്കി ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ കെ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ ദ ഒബ്ജക്ട് ഫ്രം ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഒബ്ജക്ട് വിൽ ബി ഇ ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ കെ സൈൻ തീറ്റ. വാല്യൂ ഓഫ് ദി എൻ ഈസ്, എന്നിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഭയങ്കര ലെങ്തിയാണ്, ബുദ്ധിമുട്ടാണ്, ഹാർഡായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇത് ഈസിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ചോദിച്ചത് എന്താ, അവിടുന്ന് ബാക്കോട്ട് ചിന്തിക്കുക. ഇവിടെ നോക്കിക്കേ, കൈനറ്റിക് എനർജിയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻസ് എന്താ? ഇവിടെ ഒരു മൂവിങ് ഒബ്ജക്റ്റാ, ഇനീഷ്യലി ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് അറ്റ് റെസ്റ്റ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ദ വർക്ക് ഡൺ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിനുള്ള എക്സ്പ്രഷൻസ് എന്നാണ് നിങ്ങൾ ആദ്യം കാണേണ്ടത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി എന്താടാ? കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നോക്കിക്കേ, ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ എം നിങ്ങൾക്ക് അറിയാം, ബേസിക്കലി ദിസ് ഈസ് ഹാവിങ് സം മാസ് എം. പിന്നെ വി ആണ് നമുക്ക് അറിയേണ്ടത്. വി കണ്ടിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ സ്ക്വയർ കാണണം, ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നൗ യു ഹാവ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ. ഞാൻ പറഞ്ഞു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സോ അവിടെ നോക്കിക്കേ, ഏത് ഫോഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് വിൽ ബി ദ കമ്പോണന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി മോഷൻ. ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് ആ ഡയറക്ഷനിൽ ഫോഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിച്ച് മീൻസ് എഫ് കോസ് തീറ്റ. ദിസ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതല്ലേ ഇവിടെ കിട്ടുക? ഇതാണ് എൻ്റെ ടോട്ടൽ ഒബ്ജക്റ്റിന് കിട്ടുക. ഇനി നോക്കിക്കേ, ഞാനിവിടെ ഒരു ചെറിയ ചേഞ്ചും കൂടെ വരുത്തുകയാണ്. ഈ ആക്സിലറേഷൻ എന്നുള്ള ഈ ഒരു സാധനം ഞാൻ മാറ്റി ചെയ്താണ് എം ഇൻറ്റു, വേറെ ഒന്നിനുമല്ല, എൻ്റെ എയിം എന്ന് പറയുന്നത് വെലോസിറ്റി കാണണം, എങ്കിലേ എനിക്ക് കൈനറ്റിക് എനർജി കാണാൻ പറ്റുള്ളൂ. സോ ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി എന്താ പറയുക? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. ഇതിനേക്ക് അപ്പം എങ്ങനെ എഴുതാം? എം ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? എം ഇൻറ്റു വി ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ്. ഇതെന്തിനാ എഴുതിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡി വി ഡിവൈഡ് ബൈ ഡി എക്സ് എഴുതിയതിന് വേറെ ഒന്നുമല്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ തീറ്റ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. സോ എം വി ഇൻറ്റു ഡി വി ഡിവൈഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ദ എഫ് കോസ് തീറ്റ. എഫ് എത്രയാണ്? എഫ് ഇസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 2 കോസ് തീറ്റ എന്നുള്ളത് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? 2 കോസ് തീറ്റ. നൗ വെരി സിമ്പിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഭാഗത്ത് നോക്കിക്കേ, വി ഡി വി വിൽ ബി ഈക്വൽ ടു വി ഡി വി. മാസ് ഇവിടെ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഒബ്ജക്റ്റ് ഓഫ് മാസ് എം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നോ പ്രോബ്ലം, ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ എം ആയിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യാണ്. സോ വിച്ച് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു വി ഡി വി വിൽ ബി ഈക്വൽ ടു വി ഡി വി വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? വി ഡി വി വിൽ ബി ഈക്വൽ ടു 2 cos തീറ്റ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടിയില്ലേ? 2 cos തീറ്റ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടിയില്ലേ? നൗ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇത് ഈസിയാണ്, കാരണം വി ഡി വി ഈക്വൽ ടു 2 cos തീറ്റ ഡിവൈഡഡ് ബൈ എം ഉണ്ടാകും. സോ 1 ബൈ എം എന്ന് ഞാൻ അവിടെ എഴുതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. എമ്മിൻ്റെ കൂടെ തന്നെ എം വി ഡി വി എന്ന് എഴുതാണ്. എം വി ഡി വി നോ പ്രോബ്ലം. സോ നൗ 2 cos തീറ്റ എന്നുണ്ട് ഇൻറ്റു ഡി എക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത വാട്ട് ഈസ് മൈ തീറ്റ? തീറ്റ നമുക്ക് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ, ഇവിടെ തന്നിട്ടുണ്ട് ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് ആണ് തീറ്റ. സോ കോസ് കെ എക്സ് ഡി എക്സ്. ഇനി രണ്ട് ഭാഗത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഹാഫ് എം വി സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് വരും. എന്ന് വെച്ചാൽ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് തീറ്റേനെ കോസ് കെ എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? ഇൻറ്റഗ്രൽ കോസ് കെ എക്സ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു സൈൻ കെ എക്സ് എന്ന് വരും. സൈൻ കെ എക്സ് ഡിവൈഡഡ് ബൈ കെ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയാണ്. അത് എത്രയാണ് തന്നിട്ടുള്ളത്? ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എൻ ഡിവൈഡ് ബൈ കെ സൈൻ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ കെ സൈൻ തീറ്റ ഓർ സൈൻ കെ എക്സ് എന്ന് വെച്ചാൽ മൈ എൻ വിൽ ബി ഈക്വൽ ടു 2. വെരി സിമ്പിൾ. ക്ലിയർ ആയിട്ടുണ്ടോടാ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട് വെറുതെ മിഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. n is equal to 2. വളരെ സിമ്പിൾ അല്ലേ? കാരണം നോക്കിക്കേ, അതായത് നിങ്ങളോട് കൈനറ്റിക് എനർജി ആണ് ചോദിച്ചത്. സോ യു ഹാവ് ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഹാഫ് എം വി സ്ക്വയർ. വേറെ ഒന്നും ചെയ്യാനില്ല. ഹാഫ് എം വി സ്ക്വയർ എങ്ങനെ ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിൻറ്റുകൾ വെച്ചിട്ട് ഹാഫ് എം വി സ്ക്വയറിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. സോ ഹാഫ് എം വി സ്ക്വയറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണണം.
ദാറ്റ്സ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സിൻ്റെ ടേം എന്ന് കണ്ടാൽ മതി, ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ച് പേർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ട്. റിയലി നല്ല ക്വസ്റ്റ്യൻ ആണ്. എനിവേ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 0.4 kg mass take 8 seconds to reach the ground when dropped from certain height p above the surface of the earth. The loss of potential energy in the last second fall is joule. എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സിമ്പിളാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കിക്കേ, ഇനീഷ്യലി എൻ്റെ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് എത്രയാണോ ഹൈറ്റ് ഉള്ളത്, ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആയിരിക്കും അതിനുണ്ടാകുക. അതായത് mgh ആയിരിക്കും. ഇത് താഴെ എത്തുന്ന സമയത്ത് h0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇനീഷ്യലി mgh ആയിരുന്നു, 0 ആണ്. അപ്പോൾ ടോട്ടലായിട്ട് പകുതിയാണ് എത്തിയത് എങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി? mgh/2 ആയിരിക്കും. പകുതി പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ ചോദ്യം എന്താണ്? എന്താന്നുള്ളതൊന്നും അറിയില്ല. ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ സിമ്പിളാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഡയറക്റ്റ് ഇക്വേഷൻ, വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ദാറ്റ്സ് ഈക്വൽ ടു mgh. അപ്പോൾ എത്രയായിരിക്കും ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി? സോ ദാറ്റ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക്, സോ ദാറ്റ്സ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ആയിരിക്കും. അപ്പോൾ അത് എത്ര ആയിരിക്കും? ഇവിടെ നോക്കിക്കേ, h എനിക്ക് കാണണം. h കാണണമെന്നുണ്ടെങ്കിൽ s is equal to ut plus half at square യൂസ് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു a ഇൻറ്റു ടി സ്ക്വയർ. സോ ദാറ്റ്സ് ഈക്വൽ ടു u എത്ര? ഇനീഷ്യലി ഇത് 0-യിലാണ്. കാരണം റീച്ചസ് ദ ഗ്രൗണ്ട് വെൻ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു, എന്നിട്ട് അതിൽ നിന്ന് വിട്ടു എന്നർത്ഥം. സോ ഹാഫ് ഇൻറ്റു എ കാണണം. എ എത്രയാണ്? ഇവിടെ g ആണ്. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ 10 ആണ്. ഇൻറ്റു ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു then we have to find the t square. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ചെറിയ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ടി എത്രയാണ്? ഇവിടെ 8 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ദ മാസ് ടേക്ക് 8 സെക്കൻഡ് ടു റീച്ച് ദ ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വെൻ ഇറ്റ് ഈസ് റീച്ചിങ് എ സെർട്ടൈൻ ഹൈറ്റ് പി. പി എന്ന് പറയുന്ന ഹൈറ്റിൽ എത്തുന്ന സമയത്ത് എബോവ് ദ സർഫസ് ഓഫ് ദി എർത്ത് ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ദി ഫോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്കിത് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമടാ? ഇവിടെ 8 സെക്കൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, ടോട്ടലി ഇത് എടുക്കുന്നത് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 8 സെക്കൻഡ് ആണ് എനിക്ക് കാണേണ്ടത്. കാരണം അത്രയും ദൂരത്തേക്കല്ലേ ഇത് പോയിട്ടുള്ളത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 8 സെക്കൻഡ് നമുക്ക് രണ്ട് രൂപത്തിൽ കാണാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് കാണാം, നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 2 ഇൻറ്റു 8 മൈനസ് 1 അല്ലേ? 2n-1 എന്നുള്ള ഇക്വേഷൻ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് കിട്ടുക? ദിസ് വിൽ ബി ഈക്വൽ ടു 15/2 എന്നുണ്ടാകും. എന്ന് വെച്ചാൽ 5 ഇൻറ്റു 15 ആയിരിക്കും എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. 5 ഇൻറ്റു 15. സോ വെരി സിമ്പിളായിട്ട് എൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ എത്ര ആയിരിക്കടാ? ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു mgh. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു m എത്രയാണ്? 0.4 ആണ്. g എത്രയാണ്? 10 ആണ്. h എത്രയാണ്? 5 ഇൻറ്റു 15 ആണ്. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു 4 ഇൻറ്റു 5 ഇൻറ്റു 15. 4 ഇൻറ്റു 5 എത്ര? 20 ആണ്. 20 ഇൻറ്റു 15 എത്ര വരും? 300 എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു 300 ജൂൾ എന്ന് വരും. ക്ലിയർ അല്ലേടാ? സോ 300 100 അല്ല തെറ്റിന്നുണ്ടാകും. ക്ലിയർ ആക്കണം. സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, എ ബോഡി ഓഫ് മാസ് 2 kg ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇറ്റ് സ്റ്റാർട്ട് മൂവിങ് യൂണിഡയറക്ഷണലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് പവർ. അപ്പോൾ ഇവിടെ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ കോൺസ്റ്റന്റ് പവർ പി തന്നിട്ടുണ്ട്. ദെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4 സെക്കൻഡ് ഈസ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് തന്നത് 1/3 ആൽഫ സ്ക്വയർ റൂട്ട് പി, വേർ പി ഈസ് ദ പവർ. നൗ ദ വാല്യൂ ഓഫ് ദി ആൽഫ വിൽ ബി ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് ആൽഫയുടെ വാല്യൂ ആണ് കാണേണ്ടത്. ആൽഫയുടെ വാല്യൂ കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തറിയണം? ഇവിടെ നോക്കിക്കേ, എനിക്കിവിടെ അറിയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് അറിയേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് കാണണം? എക്സ് കാണണം. ആ എക്സ് കാണാൻ എന്തെങ്കിലും വകുപ്പുകൾ ഇതിലുണ്ടോ നോക്കാം. അതായത് ഇക്വേഷൻ ഇങ്ങനെ ഇപ്പം നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്, ഹാഫ് എം വി സ്ക്വയറും mgh ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അതൊന്നുകൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാമെന്ന് മാത്രം.
അപ്പോൾ ബേസിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഇനി ആകെ ഒരു വഴിയുള്ളത് എന്താ, പവറിൻ്റെ ടേമിലാണ് കാണേണ്ടത്. അപ്പോൾ പവർ എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. ഇവിടുത്തെ വർക്ക് എത്രയായിരിക്കും, ഇനീഷ്യലി അറ്റ് റെസ്റ്റാണ്. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഇ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇനീഷ്യലി 0 ആണ്, പിന്നീട് അത് വിയിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. സോ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ടി എന്ന് കിട്ടിയില്ലേ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി മൈ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2pt ഡിവൈഡഡ് ബൈ എം എന്ന് കിട്ടും. വിച്ച് മീൻസ് മൈ വി ഇസ് ഈക്വൽ ടു റൂട്ട് 2pt ഡിവൈഡഡ് ബൈ എം. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ദ വെലോസിറ്റി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, dx/dt ആണ് ഈക്വൽ ടു റൂട്ട് 2pt ഡിവൈഡ് ബൈ എം അല്ലേ. ഇനി ഈസി അല്ലേ, കാരണം എക്സ് കണ്ടാൽ മതി, എക്സ് കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോലെ. എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റൂട്ട് 2pt ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 2p ഡിവൈഡ് ബൈ എം കോമൺ ആണ്, ഇൻ്റഗ്രൽ റൂട്ട് ടി ഡി ടി എന്ന് കിട്ടും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 2p ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടി റേസ് ടു 1/2 എന്നാണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, ടി റേസ് ടു 3/2 എന്ന് വരും, ഇൻറ്റു 2/3. സോ 2/3 ഇൻറ്റു ടി റേസ് ടു 3 ഡിവൈഡ് ബൈ 2 എന്നുണ്ടാകും. ക്ലിയർ അല്ലേടാ? ഇതാണ് എൻ്റെ പൊസിഷൻ. നൗ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ പൊസിഷൻ. ഇപ്പം എനിക്ക് കിട്ടി, ഇതാണ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പൊസിഷൻ. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 4 സെക്കൻഡ് ഈസ് 4 സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. വിച്ച് മീൻസ് അറ്റ് ടി ഈക്വൽ ടു 4 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എക്സ് അറ്റ് ടി ഈക്വൽ ടു 4 ഇസ് ഈക്വൽ ടു റൂട്ട് 2p ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഇവിടെ എന്താ വരിക 2/3 ഇൻറ്റു ടി റേസ് ടു 3/2 എന്നാണ്. ടി എത്രയാണ് ഇവിടെ 4 ആണ്. സോ 4 റേസ് ടു 3/2. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 2p ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 2/3 ഇൻറ്റു റൂട്ട് 4 എത്രയാണ് 2 ആണ്, 2 ക്യൂബ് എത്രയാണ് 8 ആണ്. സോ 8 ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ 3 എന്നുണ്ടാകും. സോ 16 ഡിവൈഡ് ബൈ 3 റൂട്ട് 2p ഡിവൈഡ് ബൈ എം എന്നുണ്ടാകും. കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ കിട്ടിയിട്ടുള്ളത്, ആൽഫ സ്ക്വയർ റൂട്ട് പി എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ആൽഫ. അപ്പോൾ അവിടെ കിട്ടുമല്ലോ, നമുക്ക് ആൽഫയുടെ വാല്യൂ എത്ര കിട്ടി, ഇവിടെ അറിയാമല്ലോ. ആൽഫയുടെ വാല്യൂ ആൽഫ സ്ക്വയർ ആണ് എൻ്റെ കോയിഫിഷ്യൻറ്റ്, വിച്ച് മീൻസ് ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. സോ മൈ ആൽഫ ഈക്വൽ ടു 4. സിമ്പിൾ. യെസ്, ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും നിങ്ങൾ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തിങ്ക് ചെയ്താൽ മാത്രം മതി. സോ എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്. എ സ്മോൾ പാർട്ടിക്കിൾ മൂവിങ് ഫ്രം ദ പൊസിഷൻ 5i cap minus 2j cap plus k cap from its initial position of 2i cap plus 3j cap minus 4k cap under the action of the force 5i cap plus 2j cap 7k cap. The value of the work done will be very simple. കാരണം this is the constant force. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും, വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ പൊസിഷൻ വെക്ടറിന് എങ്ങനെ കാണാനായിട്ട് പറ്റും, ഇനീഷ്യൽ മൈനസ് ഫൈനൽ. അപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഫൈനൽ പൊസിഷൻ എത്രയാണ്, ഇനീഷ്യൽ പൊസിഷൻ തന്നിട്ടുണ്ട്, ഫൈനൽ പൊസിഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. 5i cap മൈനസ് 2j cap പ്ലസ് k cap മൈനസ് 2i cap പ്ലസ് 3j cap മൈനസ് 4k cap എന്ന് കിട്ടും. Now this will be equal to 2 minus 5 minus 2, that's equal to 3i cap minus 2 minus 3, so minus 5j cap minus 5j cap 1 ബാക്കി ഉണ്ടാകുന്നത് ഇവിടെ -2 -3 ആയിരുന്നു, അത് -5 കിട്ടി. അടുത്തത് 1 -4 എന്ന് വെച്ചാൽ പ്ലസ് ഉണ്ടാകും, അതായത് 5 കിട്ടും. സോ 5k cap. So basically this is the displacement. Therefore the work done is equal to, we have to dot with 5i cap minus 2j cap plus k cap dot with
3i cap minus 5j cap plus 5k cap equal to 5 into 3 15 15 കിട്ടും minus 2 into minus 5 10 കിട്ടും plus 10 കിട്ടും അടുത്തതോ 1 into 5 so that's equal to 5 കിട്ടും അപ്പോൾ എത്ര കിട്ടി 20 ഉം 10 ഉം 30 കിട്ടും ക്ലിയർ ആയിട്ടുണ്ടോ so that's equal to 15 20 10 അല്ല ഇവിടെ 10 യെസ് 5 into 2 10 ക്ലിയർ അല്ലേ ഓക്കെ അല്ലേടാ 5 minus 2 that's equal to 3 ജൂൾ കിട്ടും 3 into 5 15 കിട്ടും അടുത്തതായിട്ട് -2 -3 -5 കിട്ടും ക്ലിയർ അല്ലേ -2 -3 ദാറ്റ്സ് വിൽ ബി ഈക്വൽ ടു -5 കിട്ടും പക്ഷേ എൻ്റെ ഫോഴ്സ് എന്താണ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 5i ക്യാപ്പ് യെസ് 30 ജൂൾ ക്ലിയർ അല്ലേ 40 ജൂളാണോ ചെയ്തിട്ടുള്ളത് തെറ്റിയിട്ടുണ്ടോ സോ ബേസിക്കലി we have to find the position vector അത് i ക്യാപ്പും j ക്യാപ്പും ഇനീഷ്യൽ പൊസിഷൻ ഇതാണ് and it is moving to the final position so 5 minus 2 this will be equal to 3 and -2 -3 so that will equal to -5 cap and the next one is that 1 minus -4 so this is equal to 5i cap yes s കിട്ടി now force in displacement ചെയ്യണം force 2 into ഇവിടെ 7 ആണല്ലേ വരുന്നത് യെസ് 35 ആണ് വരുന്നത് ഓക്കെ അപ്പോൾ 40 കിട്ടും ഓക്കെ സോ ഞാനിവിടെ 1 ആണ് എടുത്തിട്ടുള്ളത് ബട്ട് ദിസ് ഈസ് 7 ഐ തിങ്ക് സോ 7 into 5 35 സോ ടോട്ടൽ 40 ജൂൾ ഓക്കെ ക്ലിയർ ഓക്കെ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം നോക്കാം എ ഫോഴ്സ് F is equal to 5 plus 3y square act on a particle in the y direction. The F is in Newton and y is in meter. Work done by the force during the displacement from y is equal to 2 to 5. Very simple. കാരണം നേരത്തെ പറഞ്ഞ F dot dx ന് പകരം ഇവിടെ എന്താ F dot dy. അവിടെ x ആക്സിസിലായിരുന്നു എൻ്റെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തത് ഇവിടെ അതിന് പകരം ഏത് ആക്സിസിലാണ് y ആക്സിസിലാണ് സോ മൈ work done will be equal to integral f dot dy so that's equal to integral from 2 to 5 f എത്രയാണ് 5 plus 3y square dot dy what is my dy I'm just keeping it as the dy now this will be equal to 5y plus 3 into y cube divided by 3 upon the limit 2 to 5 ആണ് this will be equal to 5 into y ക്ക് കൊടുത്താൽ എത്ര വരിക 5 minus 2 എന്ന് വരും so that's equal to 5 minus 2 3 ആണ് പ്ലസ് 3 ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു 5 ക്യൂബ് അത് എത്ര വരിക 25 into 5 so that's equal to 125 ആണ് 125 മൈനസ് 2 ക്യൂബ് that's equal to 8 ആണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this will be equal to 15 പ്ലസ് ബാക്കി അവിടെ എത്ര ഉണ്ടാകുക 5 by 120 പിന്നെ അവിടെ 117 എന്നുണ്ടാകും സോ 117ലേക്ക് 15 കൂട്ടി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാകുക ദിസ് വിൽ ബി ഈക്വൽ ടു 127 പ്ലസ് 5 ദാറ്റ്സ് ഈക്വൽ ടു 132 ക്ലിയർ അല്ലേ 132 യെസ് 132 ഓക്കെ അല്ലേ അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ് അഗെയിൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് So the next question, a block is fastened to the horizontal spring. The block is pulled to a distance x is equal to 10 cm from its equilibrium position on the frictionless surface from the rest. Energy of the block at x is equal to 5 cm is 0.25 joule. Spring constant of the force is spring constant ആണ് ചോദിച്ചത് അതായത് കെ ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് നൗ കെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഓഫ് കോഴ്സ് വി ഹാവ് ടു ഫൈൻഡ് ദ എനർജി ഇവിടെയുള്ള എനർജിയാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ എനർജി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരിക്കും ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി നമുക്കറിയാം അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കാം അപ്പോൾ ബ്ലോക്ക് ഈസ് പുൾഡ് ടു എ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു 10 cm from its equilibrium position on frictionless surface. Energy of the block at x is equal to 5 cm is 0.25. 5 സെൻറ്റിമീറ്ററിലുള്ളത് എത്രയാണ് 0.25 ആണ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് പുൾ ചെയ്തിട്ടുള്ളത് 10 സെൻറ്റിമീറ്ററിലേക്കാണ് അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ളത് അറിയാം
എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന സാധനം യു എഫ് ഇസ് ഈക്വൽ ടു, ഞാൻ അതിൻ്റെ എനർജി എടുക്കുകയാണ്, ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം x0 ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ, കാരണം 5 സെൻറ്റിമീറ്ററിലാണുള്ളത്. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയെന്ന് അറിയാം, 0.25 ആണെന്നുള്ളത് അറിയാം, 0.25. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ഇനീഷ്യലി എൻ്റെ കയ്യിലുണ്ടാകുന്ന എനർജി എത്രയായിരിക്കും, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ, എക്സ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്ററിലാണ് എന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു x0 സ്ക്വയറും ആയിരിക്കും അല്ലേ. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി, നേരത്തെ പോലെ തന്നെ എനിക്ക് വർക്ക് എനർജി തിയറം യൂസ് ചെയ്താൽ മതി. വർക്ക് എനർജി തിയർ അല്ല, എൻ്റെ ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണ് എന്നുള്ളത്. അതായത് ഇനീഷ്യലി എന്തായിരുന്നു, ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വേറെ കൈനറ്റിക് എനർജി ഒന്നുമില്ല, 0 ആണ്. അടുത്തതിൽ എന്താ, ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു x0 ഡിവൈഡ് ബൈ 2 ആണ്, എന്നുവെച്ചാൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 വരും, പ്ലസ് എത്ര വരും, 0.25. കാരണം ഇവിടെ തന്നിട്ടുണ്ട് ദ ഫ്രിക്ഷണൽ സർഫസ്, ദ എനർജി ഓഫ് ദി ബ്ലോക്ക് അറ്റ്, എന്ന് വെച്ചാൽ അതെന്താ, ആ 0.25 എത്തുന്ന സമയത്തുള്ള എനർജി, അതായത് അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് 0.25 അല്ലേ. നൗ ദിസ് ഈസ് ഈക്വൽ ടു 0.25. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, എക്സ് ആണ് കാണേണ്ടത്. നൗ തിങ്സ് ആർ വെരി സിമ്പിൾ. ഇവിടെ നോക്കിക്കേ, ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് വരും. എന്ന് വെച്ചാൽ ഹാഫ് കെ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/4 ഇസ് ഈക്വൽ ടു 0.25 എന്ന് കിട്ടും. 1 മൈനസ് 1/4 എത്ര, 3/4 ആണ്. എന്ന് വെച്ചാൽ 3 ഡിവൈഡ് ബൈ 4 അത് എത്ര വരും, 3/8 എന്ന് വരും. 3/8 ഇൻറ്റു കെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.25. കുറച്ചുകൂടെ ഈസി കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ 1/4 എന്ന് എടുക്കുകയാണ്. 1/4 എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇതിനെ ഞാൻ തിരിച്ച് തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാൻസൽ ചെയ്തുകൂടെ. ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 എന്ന് എടുക്കുകയാണ്. സോ 2 ഇൻറ്റു 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4ഉം ക്യാൻസൽ ചെയ്തു. വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ് കെ. സോ കെ വിൽ ബി ഈക്വൽ ടു 2/3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്നുണ്ടാകും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു എക്സ് എത്രയാടാ തന്നിട്ടുണ്ട്, 10 സെൻറ്റിമീറ്റർ ആണ്, സെൻറ്റിമീറ്ററാ. സോ 10 to the minus 2. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ 3 എന്നുണ്ടാകും, നിയർലി 67 എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ, നിയർലി 67 എന്നുണ്ടാകും. ഓക്കെ ഓക്കെ, ഒരു എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ വേണോ? അതായത് ഇവിടെ നോക്കിക്കേടാ, ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്ലോക്ക് ഉണ്ട്, ഈസ് മൂവിങ് ടു ദ ഹൊറിസോണ്ടൽ സ്പ്രിങ്. ദ ബ്ലോക്ക് ഈസ് പുൾഡ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് എൻ്റെ കയ്യിൽ ഒരു ബ്ലോക്ക് ഞാൻ കൺസിഡർ ചെയ്യാണ്. നൗ ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ബ്ലോക്ക് ഇതാ ഇക്വിലിബ്രിയം പൊസിഷനിലുണ്ട്. ഇക്വിലിബ്രിയം പൊസിഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ എനർജിയും ഉണ്ടാകില്ല. അതായത് പൊട്ടൻഷ്യൽ എനർജിയും ഇല്ല, കൈനറ്റിക് എനർജിയും ഇല്ല, അത് റെസ്റ്റില്ല. ഇനി നോക്കിക്കേ, ഇവിടെ ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഇത് എത്രയിലേക്കാണ്, 10 സെൻറ്റിമീറ്ററിലേക്കാണ് പുള്ള് ചെയ്ത് വിടുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ. ദിസ് ഈസ് ദ 10 സെൻറ്റിമീറ്റർ. നൗ ഈ 10 സെൻറ്റിമീറ്ററിലേക്ക് മാക്സിമം നമ്മൾ പുള്ള് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിന് എന്ത് മാത്രമേ ഉണ്ടാകുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാകുള്ളൂ. ബട്ട് ഡ്യൂറിങ് ദിസ് ജേണി, ഈ ജേണിയിൽ എൻ്റയർ ആയിട്ട് ജേണി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് അതിന് എന്തുണ്ടാകും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും, കൈനറ്റിക് എനർജി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ആദ്യം നോക്കിക്കേ, നമുക്ക് എക്സ് ആണ് കാണേണ്ടത്, പക്ഷെ നമുക്ക് അതിനുള്ള ആകെ ഒരു ഹിൻഡ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, 5 സെൻറ്റിമീറ്ററിൽ 0.25 ജൂളാണ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 5 സെൻറ്റിമീറ്റർ വരുന്ന സമയത്ത് ഇതാ ഇവിടെ ഈ ഒരു പൊസിഷനിൽ, ആ ഒരു പൊസിഷനിലുള്ള എനർജി ഞാൻ എഴുതുക. ആ ഒരു പൊസിഷനിലുള്ള എനർജി എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് എത്ര, x0 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ x0 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ x0 ഡിവൈഡ് ബൈ 4 ഉണ്ടാകും. അതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. കാരണം x0 ആണ് മാക്സിമം എനർജി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, x0 ഡിവൈഡ് ബൈ 2 ആയതുകൊണ്ട് എത്ര എടുക്കാണ്, വേണമെങ്കിൽ x0ക്ക് നിങ്ങൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് എത്ര ഇവിടെ തന്നിട്ടുണ്ട്, 10 ആണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു 5 എടുത്താലും മതി, നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. ഏറ്റവും ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഇവിടെ നേരെ നിങ്ങൾക്ക് 10ന്റെ പകുതി 5 ആയതുകൊണ്ട് 5 സ്ക്വയറിന് എടുക്കാം, നോ പ്രോബ്ലം. ഇതുണ്ട്, പ്ലസ് ആരും കൂടെ ഉണ്ട്, അതിൻ്റെ എനർജി നോക്കുക. എനർജി ഈസ് 0.25 എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
എനർജി ഈസ് 0.25 എന്ന് വെച്ചാൽ അതിൻ്റെ എനർജി, അതായത് അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് ഇവിടെ മീൻ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.25. അപ്പോൾ ഇതാണ് ടോട്ടൽ എനർജി. എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ദിസ് വിൽ ബി ഈക്വൽ ടു ദ എനർജി അറ്റ് ദ എൻഡ്. എൻഡ് എന്ന് വെച്ചാൽ ഇവിടെ അല്ലേ, ഇവിടെയുള്ള പൊസിഷൻ. അവിടെ ഉള്ളത് എന്താ വരിക? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ. കാരണം വേറെ ഒന്നും ഉണ്ടാവില്ല, കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. കാരണം അവിടെ സീറോയിലാണ് നിൽക്കുന്നത്, റെസ്റ്റിലാണ്. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് ഇക്വേറ്റ് ചെയ്തു. സിമ്പിൾ. അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഭാഗത്തോടു കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വർക്ക് എനർജി തിയറം, വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള ഭാഗം വെരി ഈസിയാണ്. അതിൽ കൊളീഷൻ എന്നുള്ള ഭാഗമാണ് പിന്നീട് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത്. കൊളീഷൻ നമ്മൾ പിന്നീടായിട്ട് ക്ലാസ്സിലൊക്കെ കവർ ചെയ്യുന്നതാണ്. കൊളീഷൻ അത്ര കണ്ട് പ്രധാനമല്ല, പക്ഷെ പല ഭാഗങ്ങളിലായിട്ട് കൊളീഷൻസ് വരുന്നതാണ്. അപ്പോൾ അതിലൊക്കെ കയറി കവർ ചെയ്യുന്നതാണ്. അപ്പോൾ വർക്ക് എനർജി ആൻഡ് പവർ സിമ്പിളായിട്ട് സ്കോർ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് എന്ത്? വർക്ക് എനർജി ആൻഡ് പവർ. എനർജി എന്ന് വെറുതെ മെൻഷൻ ചെയ്താൽ കൈനറ്റിക് എനർജി ആണോ? അല്ല. എനർജിന്ന് വെറുതെ മെൻഷൻ ചെയ്ത കൈനറ്റിക് എനർജി അല്ല. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കാം. അതായത് സ്പ്രിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എനർജി ഓഫ് ദി ബ്ലോക്ക്. ബ്ലോക്കിന്റെ എനർജിയാണ്. ക്ലിയർ ആക്കണം. അതായത് അതാണ് അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തതും അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളതും. ആ ബ്ലോക്കിന്റെ എനർജിയാണ്. അതായത് അതെന്തായിരിക്കും? അത് അതിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. ബാക്കി സ്പ്രിങ്ങിന് സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ. അങ്ങനെ ടോട്ടൽ സിസ്റ്റത്തിൻ്റെതാണ് നമ്മൾ എന്ത് പറയാ? ഹാഫ് എം വി സ്ക്വയറും ഉണ്ട്, ഹാഫ് കെ എക്സ് സ്ക്വയറും ഉണ്ട് എന്നുള്ളത് പറയാ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓഫ് ദി ബ്ലോക്ക് ഈസ് 0.25. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ദാറ്റ്സ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആണെന്നുള്ളത്. അപ്പോൾ ജെഇയുടെ ചില ക്വസ്റ്റ്യനുകളിൽ ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ ഇതേപോലത്തെ ക്വസ്റ്റ്യനുകളിൽ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ടല്ല. കൈനറ്റിക് എനർജി ഈക്വൽ ടു 0.25 എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഇത് ആൻസർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലോക്കിന്റെ കൈനറ്റിക് എനർജി ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ സിനാറിയോ ഒന്ന് മനസ്സിലാക്കണം. കാരണം JEE മെയിൻസിനും അഡ്വാൻസിനും രണ്ടിനും ഈ ടൈപ്പ് ട്വിസ്റ്റിങ്സ് കുറേ ചാൻസുകൾ ഉണ്ട്. കാരണം നിങ്ങൾ കണ്ടു ഇപ്പം ചെയ്തത് നമ്മൾ വർക്ക് എനർജി പവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. പക്ഷെ ക്വസ്റ്റ്യനുകൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് വളച്ചൊടിച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എനിവേ ഇന്ന് 9 o'clock ഒരു ലോഞ്ച് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മെഗാ സർപ്രൈസ് ആയിട്ട് കംപ്ലീറ്റ് കുറേ ക്വസ്റ്റ്യൻ ബാങ്കുകളുടെയും മറ്റു കാര്യങ്ങളും അപ്കമിങ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ലൈവിലും കൂടെ ഉണ്ടാകണം. എനിവേ അടിപൊളി ആവട്ടെ JEE സെഷനുകളൊക്കെ. ഓൾ ദി ബെസ്റ്റ്.